ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേക്കേസ് ഫുഡ് സ്റ്റോറീസ്. നമുക്കൊന്ന് വീട്ടിലെ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഒരുവിധം എല്ലാവരും ഫേവറേറ്റ് ആണല്ലോ മാങ്ങാച്ചാറ്. എന്നാൽ എളുപ്പത്തിൽ തയ്യാറാക്കാനും കേടുകൂടാതിരിക്കാവുന്ന രീതിയിൽ തയ്യാറാക്കാൻ വരുന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല പുളിയുള്ള മാങ്ങ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിലൊന്ന് നുറുക്കിയെടുക്കാം കേട്ടോ. ഞാൻ ദേ ഈ ഒരു ഷേപ്പിലാണ് നുറുക്കിയെടുത്തിട്ട് ഇനി ഈ ഒരു 2 ടീസ്പൂൺ കല്ലുപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് മാങ്ങയിൽ നന്നായി ഉപ്പ് പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മാങ്ങയിൽ നിന്നുള്ള നീരും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അപ്പോഴേക്കും നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസത്തെ പരിപാടികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ 1 ടീസ്പൂൺ ഉലുവ ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. അപ്പോൾ 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കടുകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ദേ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി അതേ ജാറിലേക്ക് നമുക്കൊരു 10-12 മുളകും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഈ മാങ്ങയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയുടെയും കടുകിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, ആ പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കായം പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കാം കേട്ടോ. അപ്പോൾ ദേ ഇതിൽ ഓൾറെഡി കുറച്ച് വെള്ളം, മാങ്ങയുടെ നീരും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഉപ്പ് നമ്മൾ നേരത്തെ പുരട്ടി വെച്ച കാരണം ഇതിന് കുറച്ച് നീരൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു ഇതിലാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മുളക് പൊടിയും അതുപോലെ തന്നെ ബാക്കി പൊടികളൊക്കെ പാകത്തിനാണെന്ന് അറിയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ പിന്നെയും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂണും കൂടെ പിന്നെയും ആഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ മുളക് ചൂടാക്കിയിട്ടാണ്, മൂപ്പിച്ചിട്ടാണ് അച്ചാർ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു പരുവം ശരിയാവില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നല്ലെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 200 ml ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് ഒരുമിപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് അച്ചാർ ഒരുവിധം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഉപ്പ് പാകത്തിനല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും വളരെ ഈസി ആയിട്ട് ഒരു മെത്തേഡിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.